സാധാരണ വീഡിയോ പോലെയല്ല ഇത്. നമ്മൾ ഇന്ത്യക്കാര്, മലയാളികൾ ആദ്യം നമുക്ക് മലയാളത്തിലുള്ളൊരു കോണ്ടന്റാണിത്. സോ നമ്മൾ മലയാളികൾ നിർബന്ധമായും ഇത് അറിഞ്ഞിരിക്കണം. ഇന്ത്യക്കാര് മുഴുവനും അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വിഷയം മറ്റൊന്നുമല്ല, സ്റ്റാർലിങ്ക്, ഇലോൺ മസ്ക്, ഇന്ത്യ, ഇന്ത്യയുടെ രാജ്യസുരക്ഷ എത്രത്തോളം അപകടത്തിലേക്ക് പോകാം, ഈ വിഷയമാണ്. കഴിവിന്റെ പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. സോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മണിപ്പൂരിൽ നിന്ന് സ്റ്റാർലിങ്കിന്റെ ഒരു ഡിവൈസ് കണ്ടെടുക്കുകയുണ്ടായി. നമ്മുടെ സേനാ വിഭാഗങ്ങൾ സംയുക്തമായിട്ട് നടത്തിയ ഒരു തിരച്ചിലാണ് കിട്ടിയത്. അപ്പൊ ഇത് വെറുതെ അവിടെ കൊണ്ട് ആരെങ്കിലും വെച്ചതല്ല. ഇത് കിട്ടിയത് കുക്കി വിഘടനവാദ ഗ്രൂപ്പുകളുടെ സങ്കേതങ്ങളിൽ നിന്നാണ്. ആയുധങ്ങൾക്കൊപ്പമാണ് പിടിച്ചെടുത്തത്. ഇപ്പോൾ നമുക്ക് നാഷണൽ മീഡിയാസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഡിവൈസ് ഉപയോഗിച്ച ഒന്നാണ്. അതായത് വെറുതെ കൊണ്ടുവച്ചതല്ല, ഇത് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യക്കകത്ത് എന്തായാലും സ്റ്റാർലിങ്കിന് ഒരു തരത്തിലും അനുമതിയില്ല. ഇപ്പോൾ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യക്ക് അപേക്ഷ കൊടുത്ത് അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുകയാണ് സ്റ്റാർലിങ്കിന്റെ പ്രവർത്തനം ഇന്ത്യയിൽ ആരംഭിക്കാൻ വേണ്ടി. ഇന്ത്യ ഗവൺമെന്റ് ഇതുവരെയും അതിനോട് പ്രതികരിച്ചിട്ടില്ല. ഇടയ്ക്ക് ചില വാർത്തകൾ വന്നിരുന്നു, ചിലപ്പോൾ നിബന്ധനകൾക്ക് വിധേയമായി അനുമതി കൊടുത്തേക്കാമെന്ന്. അങ്ങനെ അനുമതി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടി വരും. അല്ലാതെ എങ്ങാനും ഈ ഒരു സാധനത്തിന് അനുമതി കൊടുത്താൽ അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക്, രാജ്യസുരക്ഷയ്ക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് മാറുമെന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ അപകടം. എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റാർലിങ്കിന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ട് സ്റ്റേഷന്റെ പോലും ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പൊ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇലോൺ മസ്കിന് സ്റ്റാർലിങ്കിന്റെ സർവീസ് ലോകത്ത് എവിടെയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാസ്റ്റ് ആയിട്ടുള്ള ഇന്റർനെറ്റ് നൽകാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗ്രൗണ്ട് സ്റ്റേഷൻ ഇല്ലെങ്കിലും ഇന്റർനെറ്റ് സേവനം ഉറപ്പുവരുത്താൻ പറ്റും. 2020, 21, 22 കാലയളവിലുള്ള മസ്കിന്റെ ട്വീറ്റുകൾ, സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ട ട്വീറ്റുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് ലോകത്തെവിടെയും അമേരിക്കയ്ക്ക് ഇന്റർനെറ്റ് കൊടുക്കാൻ പറ്റും. ലോകത്തേത് കോണിലും ഇന്റർനെറ്റ് കൊടുക്കാൻ പറ്റും. ആർക്കും തടയാൻ കഴിയാത്ത തരത്തിൽ വരെ കൊടുക്കാൻ കഴിയുമെന്നാണ് മസ്ക് അവകാശപ്പെടുന്നത്. അതായത് ഒരു ഉദാഹരണം, ഒന്ന് രണ്ട് ഉദാഹരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്: ഒന്ന്, ഇറാനിൽ നടന്ന കലാപം ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു. രണ്ട്, അഫ്ഗാനിസ്ഥാനില് അവിടെയുള്ള ജനങ്ങൾക്ക് താലിബാൻ ഭരണം വന്ന സമയത്ത് അവർക്ക് ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കണമെന്നുള്ള ആവശ്യം അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകർ പോലും ഉയർത്തിയെന്നുള്ളതാണ്. മസ്കിനോട് നേരിട്ട് ചോദിച്ചു, നിങ്ങൾ വിചാരിച്ചാൽ അവിടെയുള്ള അഫ്ഗാനിസ്ഥാനിലുള്ള ആളുകൾക്ക് ഇന്റർനെറ്റ് സൗജന്യമായി കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയെങ്കിൽ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് മസ്കിനോട് ചോദിച്ചപ്പോൾ മസ്ക് പറഞ്ഞ എന്താണെന്നറിയോ? ചെയ്യാൻ പറ്റും, നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്, വൈകാതെ തന്നെ അത് സാധിക്കും. ഇതിലൂടെ നമുക്ക് ഒരു ഗ്രൗണ്ട് സ്റ്റേഷൻ ഇല്ലാതെ തന്നെ അവർക്ക് ഇന്റർനെറ്റ് നൽകാൻ കഴിയുമെന്നാണ്. നേരത്തെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഈ ഇന്റർനെറ്റ് കൊടുക്കണമെങ്കിൽ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ അഫ്ഗാനുമായിട്ട് അതിർത്തിയുള്ള വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിലോ ഗ്രൗണ്ട് സ്റ്റേഷൻ ഉണ്ടെങ്കിലേ കഴിയുമെന്നായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. അത്രയും ടെക്നോളജി വളർന്നു കഴിഞ്ഞു. മസ്ക് അതിവേഗത്തിൽ ഈ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ, അതിലേക്ക് വരാം. ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത് കിട്ടിയത്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അപകടകരമായ ഒരു സാഹചര്യം. നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മ്യാൻമാറുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ മ്യാൻമാറിൽ ഇപ്പോൾ കലാപം നടക്കുകയാണല്ലോ. മ്യാൻമാറിൽ കലാപം നടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക പോലെ ഒരുപാട് സ്റ്റേറ്റുകൾ മ്യാൻമാറിലുമുണ്ട്. ഈ പല സ്റ്റേറ്റുകളും ഇന്ന് പല എത്നിക് ഗ്രൂപ്പുകളുടെയും കയ്യിലാണ്. ഇതിനകത്ത് കുക്കികൾക്ക് സ്വാധീനമുള്ള ഗ്രൂപ്പുകളുടെ സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകൾ ഒരു സ്വതന്ത്ര രാജ്യം പോലെയാണ്, പരമാധികാര രാജ്യമാണ്. അവിടെ മ്യാൻമാർ മിലിറ്ററിക്കോ മ്യാൻമാറിലെ ഉദ്യോഗസ്ഥർക്കോ ഒരു റോളുമില്ല. അവിടുത്തെ കംപ്ലീറ്റ് ഭരണം കൺട്രോൾ ചെയ്യുന്നത് ഈ കുക്കികളാണെന്ന് മനസ്സിലാക്കണം. അവിടെ കുക്കികൾ മാത്രമല്ല, അതുപോലെയുള്ള എത്നിക് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്. ഇവർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുടെ ഭരണം ഇന്ന് ഇവരുടെ കയ്യിലാണ്. മ്യാൻമാർ എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഇന്ന് 6 or 7 രാജ്യമായിട്ട് കിടക്കുകയാണ് മ്യാൻമാർ. സത്യത്തിൽ മിലിറ്ററിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞു വരികയാണ്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് ആവശ്യം പോലെ ആയുധവും പണവും കിട്ടുന്നുണ്ട്, ടെക്നോളജി സഹായം കിട്ടുന്നുണ്ട്. ഈ മ്യാൻമാറിൽ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ഉണ്ട്. മ്യാൻമാർ ഗവൺമെന്റ് അല്ലെങ്കിൽ മിലിറ്ററി ഭരണകൂടം അനുവാദമൊന്നും കൊടുത്തിട്ടില്ല സ്റ്റാർലിങ്കിന്. മ്യാൻമാറിൽ യാതൊരു പെർമിഷനും ഇല്ല. പക്ഷെ അവിടെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് ഇന്റർനെറ്റിന് ഒരു തടസ്സവും 10 പൈസ ചെലവില്ലാതെ അവർക്ക് ആരാണ് ഇന്റർനെറ്റ് കൊടുക്കുന്നത്? ഇലോൺ മസ്ക്. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് മ്യാൻമാറിൽ പ്രവർത്തിക്കുന്നുണ്ട്. മിലിറ്റന്റ് ഗ്രൂപ്പുകൾ അവിടെ ഈ സ്റ്റാർലിങ്കിന്റെ സഹായത്തോടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇന്റർനെറ്റ് കിട്ടുന്നത് അങ്ങനെയാണ്. ആരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. US കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, US ഇന്റലിജൻസുമായി വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ലോകത്ത് എവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇവർക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം.
കാരണം ഇത് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ആണ്. വയറിന്റെ ആവശ്യമില്ല, ഗ്രൗണ്ട് സ്റ്റേഷന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് അവർക്ക് ഈ ഡിവൈസുകൾ ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഡിവൈസുകൾ ഇല്ലാതെയും പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. ഈ ഡിവൈസ് ആവശ്യമായിട്ട് വരുന്നത് വളരെ റൂറൽ ആയിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഇന്റർനെറ്റിന്റെ വേഗത കൂട്ടുന്നതിന് ഇത്തരം ഡിവൈസുകൾ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ മ്യാൻമാറിൽ ഈ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ കിട്ടുമോ? അതാണല്ലോ അടുത്ത ചോദ്യം. രാമായണത്തിൽ മറ്റേ ലക്ഷ്മണൻ വരച്ചതുപോലെ ഒരു ലക്ഷ്മണ രേഖയൊന്നും നമുക്ക് നമ്മുടെ അതിർത്തിയിൽ വരയ്ക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ രേഖയ്ക്ക് അപ്പുറം ഇന്റർനെറ്റ് വരരുത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇലോൺ മസ്കിന്റെ കമ്പനി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഞങ്ങൾ ഇന്ത്യയിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്രൂവലിന് വേണ്ടിയിട്ട്, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, ഞങ്ങളുടെ കമ്പനി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നില്ല, അനുവാദമില്ലാതെ പ്രവർത്തിക്കുകയുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മ്യാൻമാർ ഇന്ത്യ ബോർഡറിലാണ് ഈ തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇന്ത്യക്കകത്ത്. അത് മണിപ്പൂരിലാണെങ്കിലും ഏത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലാണെങ്കിലും. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ മ്യാൻമാറിലും ഇന്ത്യയിലും, കാരണം മ്യാൻമാറിൽ ഇന്ത്യയുമായിട്ട് ബോർഡറുള്ള പല സ്റ്റേറ്റുകളും മ്യാൻമാർ സൈന്യത്തിന്റെ കൺട്രോളിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. അതെല്ലാം കുക്കികളുടെ കൺട്രോളിലായി കഴിഞ്ഞു പല സ്റ്റേറ്റുകളും. ഇതാണ് ഇതിലെ പ്രശ്നം. അപ്പൊ ഈ കുക്കികളുടെ കൺട്രോളിലായി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള കുക്കികൾക്ക് അവരുടെ സപ്പോർട്ട് എന്തായാലും കിട്ടും. അവിടെയാണ് ഷെയ്ഖ് ഹസീനയെ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുക്കി ലാൻഡ് എന്ന് പറയുന്ന കാര്യം. കുക്കി ലാൻഡ് അവർ പറയുന്നത് എന്താണ്? ഇന്ത്യയിലും ബംഗ്ലാദേശിലും മ്യാൻമാറിലുമായി വിഘടിച്ച് കിടക്കുന്ന അവർക്ക് ഒന്നിക്കണം. ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? അതിനൊരു സ്വതന്ത്ര രാജ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഒരു സ്വതന്ത്രമായ കുക്കി ലാൻഡ്, അവരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, സംസ്കാരം അത് ഇടകലർത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈ സ്വതന്ത്രമായ കുക്കി ലാൻഡ് എന്ന് പറയുന്നിടത്താണ് ബംഗ്ലാദേശിന്റെ ഭാഗം, ഇന്ത്യയുടെ ഭാഗം, ഒപ്പം ഈ മ്യാൻമാറിന്റെ ഭാഗം ചേർത്തുകൊണ്ടുള്ള ഒരു രാജ്യം എന്ന കോൺസെപ്റ്റ് വരുന്നത്. അതിന് പൂർണ്ണമായ പിന്തുണ ഡീപ് സ്റ്റേറ്റിന്റേതായിട്ട് ഉണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഇനിയും തെളിവ് ആർക്കും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ US ഗവൺമെന്റ് ഡയറക്റ്റ് ഇൻവോൾവ് ആയതിന് ഒരു തെളിവുമില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്കൻ ഗവൺമെന്റിനെ ഒരിക്കലും ഇന്ത്യക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്നാൽ അമേരിക്കക്കാരാണ് ഇതിന്റെ പുറകിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. ഗവൺമെന്റിന് നേരിട്ട് ഒരു റോളും നമുക്ക് എവിടെയും കാണാനും പറ്റില്ല. ഈ തരത്തിലാണ് US വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോ മ്യാൻമാറിന്റെ അതിർത്തിയിൽ സ്റ്റാർലിങ്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലെ കുറച്ച് ഭാഗങ്ങളിലേക്ക് കൂടി അതിന്റെ സേവനം നൽകണമെന്ന് ഇലോൺ മസ്ക് ആഗ്രഹിച്ചാൽ നൽകാൻ കഴിയുമോ ഇല്ലയോ? അതായത് മ്യാൻമാർ അതിർത്തി നിർണ്ണയിക്കുന്നത് ഒരു നേർരേഖയൊന്നും അല്ല, അല്ലേ? ഇന്ത്യ മ്യാൻമാർ അതിർത്തി അല്ലെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി എന്നൊക്കെ പറയുന്നത് അത് ജസ്റ്റ് നമ്മൾ അതിർത്തി തിരിച്ചിട്ടുണ്ട്, അവിടെ സൈന്യങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ മുള്ളുകമ്പി ഉണ്ടാവും. ആ അതിർത്തി നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ അതിർത്തിയിൽ ഇപ്പൊ ഈ മുള്ളുകമ്പിക്ക് ഇപ്പുറം ഇന്റർനെറ്റ് കിട്ടും, അപ്പുറം കിട്ടില്ല എന്ന് പറയാൻ അങ്ങനെ ആക്യുറേറ്റ് ആയിട്ടൊന്നും ഇതാരും വയ്ക്കാൻ പോകുന്നില്ല. ഇപ്പോൾ മസ്ക് ആഗ്രഹിക്കുകയാണ് കുക്കികളുടെ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് കിട്ടട്ടെ. ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ എവിടെയാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്? ബോർഡറിലാണ്. കാരണം ഇന്ത്യൻ സൈന്യം പിടിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഇവരെന്ത് ചെയ്യും? അവിടെ നിന്ന് ചാടി മ്യാൻമാറിൽ പോകും. അപ്പൊ മ്യാൻമാറിൽ കയറി ഇന്ത്യക്ക് പിടിക്കാനും പറ്റില്ല. ഇപ്പൊ മ്യാൻമാറിൽ പല ബോർഡർ സ്റ്റേറ്റുകളുടെയും കൺട്രോൾ ഇവരുടെ ആളുകൾക്കാണ്. അപ്പൊ അവിടെ കയറി നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു വർക്ക് ചെയ്യുന്ന രീതി. ഒന്നുകിൽ ഇന്ത്യ മ്യാൻമാർ ബോർഡറിന്റെ അടുത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ മ്യാൻമാറിന് അകത്ത് നിന്നാകാം. പക്ഷെ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ ഇന്റർനെറ്റ് ആകാശത്തിന് ഇങ്ങനെ അതിരൊന്നും കെട്ടിയിട്ടില്ലല്ലോ, ഇതിനപ്പുറത്തേക്ക് പാടില്ല എന്ന്. അപ്പൊ ഇന്ത്യ മ്യാൻമാർ ബോർഡറിന് അകത്തേക്ക്, അതായത് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് കുറച്ച് ഭാഗങ്ങളിലേക്കെങ്കിലും സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ് സേവനം കിട്ടിയിട്ടുണ്ടാവണം. എങ്ങനെ കുക്കികളുടെ കയ്യിൽ സ്റ്റാർലിങ്കിന്റെ ഈ ഒരു ഡിവൈസ് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ മ്യാൻമാർ ബോർഡർ വഴി തന്നെ ആയിരിക്കണം കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇന്ത്യക്കകത്തുള്ള കുക്കികളും മ്യാൻമാറിലെ കുക്കികളും മേ ബി ലോകത്ത് മറ്റുള്ള വിദേശ ശക്തികളും ഒക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് ഈ ഇന്റർനെറ്റ് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന്റെ അപകടവും ഇത് തന്നെയാണ്. ഇപ്പൊ എങ്ങനെയാണ് അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ഫേസ്ബുക്ക്, ഗൂഗിള്, അല്ലെങ്കിൽ ട്വിറ്റർ മാറി ഇന്ന് x.com ആയിട്ടുണ്ട്, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ അമേരിക്കയിൽ നിന്നുകൊണ്ട് ലോകത്ത് എന്ത് കാര്യങ്ങളൊക്കെ നടക്കണം, എന്തൊക്കെ പ്രചരിക്കണം, എന്ത് പ്രചരിക്കാൻ പാടില്ല എന്ന് നിശ്ചയിക്കുന്നതെന്ന് ആലോചിക്കും. നിങ്ങളൊന്ന് ഗൂഗിളിൽ പോയിട്ട് നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ ഒരു പുതിയ സിനിമ ഇറങ്ങി, ആ സിനിമയുടെ കോപ്പി ആരെങ്കിലും എടുത്ത് ഗൂഗിളിൽ ഒരു വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ അത് കുറച്ചു നേരം അവൈലബിൾ ആയിരിക്കും, പെട്ടെന്ന് അത് കാണില്ല, ആ റിസൾട്ട് നമുക്ക് കിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ സിനിമ എടുത്ത ആൾ ഉടനെ തന്നെ നിയമ നടപടി സ്വീകരിക്കുകയും ഗൂഗിളിന് നിർദ്ദേശം കിട്ടുകയും അവരുടെ സെർച്ച് ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്യും. അപ്പൊ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാർത്ത ഗൂഗിളിന്റെ സെർച്ച് റിസൾട്ടിൽ വരരുത് എന്ന് ഗൂഗിൾ വിചാരിച്ചാൽ വരില്ല, അവർക്ക് എടുത്തു മാറ്റാൻ കഴിയും. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മുഴുവൻ കൺട്രോളും ഗൂഗിൾ എന്ന കമ്പനിയുടെ കയ്യിലാണ്, US-ലാണ്. അതുപോലെ ഇന്ത്യക്ക് എതിരായിട്ടുള്ള വാർത്തകൾ കൂടുതലായിട്ട് സെർച്ചിൽ വരണമെന്ന് ഇവർ ആഗ്രഹിച്ചാൽ അതും വരും. കാരണം ഇതും അവരുടെ കൺട്രോളിലാണ്. ഇവർക്ക് ഇതെല്ലാം തന്നെ മാൻമെയ്ഡ് പ്രോഡക്റ്റുകളല്ലേ, മനുഷ്യന്മാരാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യൻ ഇതിൽ എന്ത് തിരുത്തലും വരുത്താം. ഇതിന്റെ കൺട്രോൾ ആർക്കാണുള്ളത് അവർക്ക് എന്ത് മാറ്റവും വരുത്താം. അതുപോലെയാണ് യൂട്യൂബിൽ. നമ്മൾ അടുത്തിടെ വലിയ വിവാദങ്ങൾ ഉണ്ടായി. യൂട്യൂബിൽ
നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് മോദിക്ക് അനുകൂല വീഡിയോകൾക്ക് റീച്ച് ഇല്ല. എന്നാൽ പ്രതിപക്ഷങ്ങളുടെ അല്ലെങ്കിൽ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര റീച്ച് ആയിരുന്നു. ഞാൻ വളരെയധികം കൗതുകത്തോടെ കണ്ട ഒരു കാര്യമാണത്. പെട്ടെന്നുണ്ടായ ഒരു ഷിഫ്റ്റാണ്. ഈ അൽഗോരിതത്തിൽ വരുത്തുന്ന ഇത്തരം കൃത്രിമങ്ങൾ ഇവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? US ആണ്. ലോകത്തെ പ്രധാനപ്പെട്ട ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുക്കൂ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, x.com അല്ലെങ്കിൽ ട്വിറ്റർ, ഇതെല്ലാം ആരുടേതാണ്? സാക്ഷാൽ അമേരിക്ക എന്ന രാജ്യത്തിന്റെയാണ്. അവിടെയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്, അവിടെയാണ് ഇതിന്റെ എല്ലാം ഡേറ്റകൾ സ്റ്റോർ ചെയ്യുന്നത്, അവിടെയാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ലോകത്തെ പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിൻസ് എടുക്കൂ. ഞാനും നിങ്ങളും ഒക്കെ കയറി സെർച്ച് ചെയ്യുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണല്ലോ. ഈ ഗൂഗിൾ എന്ന് പറയുന്നത് അമേരിക്കയിലാണ്, അമേരിക്കയുടേതാണ്. ബിങ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ പ്ലാറ്റ്ഫോം അമേരിക്കയുടേതാണ്, ഇതിന്റെ എല്ലാ സംവിധാനങ്ങളും അമേരിക്കയിലാണ്. യാഹു എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അമേരിക്കയിലാണ്, അതിന്റെ സംവിധാനങ്ങൾ അമേരിക്കയിലാണ്. അതുപോലെ തന്നെ ഡക്ക് ഗോ എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിൻ ഉണ്ട്, ഇതെല്ലാം അമേരിക്കയുടേതാണ്. ask.com. അങ്ങനെ ലോകത്തെ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വെബ്സൈറ്റുകളായിക്കോട്ടെ, ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, പ്ലാറ്റ്ഫോമുകളായിക്കോട്ടെ, ലോകത്തെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ന്യൂസ് ചാനലുകളായിക്കോട്ടെ, ഇതെല്ലാം US-ലാണ്. സോ ഓൺലൈനിനകത്ത് നരേറ്റീവ് സൃഷ്ടിക്കുന്നത് US ആണ്. അപ്പൊ എന്താണ് ഈ ഒരു സ്റ്റാർലിങ്ക് വന്നാലുള്ള കുഴപ്പം? ഇനിയുള്ള കാലത്ത് എല്ലാ കാര്യങ്ങളിലും ഇന്റർനെറ്റ് ആണ്. ഇന്നിപ്പോ ഇന്ത്യ ഗവൺമെന്റിന് തീരുമാനിക്കാം ഇവിടെ ഏതൊക്കെ റീജിയണിൽ ഇന്റർനെറ്റ് കൊടുക്കണം വേണ്ട എന്ന്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ജമ്മു കാശ്മീരിൽ ഒരു കലാപം ഉണ്ടാവുകയാണ്. ആരുടെ തെറ്റോ ആയിക്കോട്ടെ, ഒരു കലാപം ഉണ്ടായി. 145 കോടി ജനങ്ങളുള്ള പല മത, ജാതി, വർഗ വിഭാഗങ്ങൾ ഒന്നിച്ച് ഇടകലർന്ന് ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അപ്പോൾ ഒരു കലാപം ഉണ്ടാവുന്ന സമയത്ത് ഈ കലാപം ഇന്ന് വ്യാപിക്കാനുള്ള ഏക സാധ്യത ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റിലൂടെ ഫേസ്ബുക്ക്, ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ കലാപത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കാൻ തുടങ്ങും. ഈ കലാപത്തെക്കുറിച്ചുള്ള ഹേറ്റ് സ്പീച്ച് പ്രചരിക്കാനായിട്ട് തുടങ്ങും. ഇതിലൂടെ ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയും ജമ്മു കാശ്മീരിൽ തുടങ്ങിയ കലാപം ഒരുപക്ഷെ രാജ്യത്തൊട്ടാകെ പലയിടത്തും ഉണ്ടാകുന്നതിലേക്ക് നയിക്കുകയും ചിലപ്പോൾ കൂടുതൽ ആളുകൾ കലാപത്തിലേക്ക് പങ്കെടുക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പൊ ഇത് തടയാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഉടനെ തന്നെ ഇന്റർനെറ്റ് സേവനം അവിടെ നിർത്തലാക്കും. കാരണം ഈ ഇന്റർനെറ്റ് സേവനം എന്ന് പറയുന്നത് കലാപം ആളിക്കത്തിക്കാൻ ഒരു പ്രധാന കാരണമായിട്ട് മാറും. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ ഇന്റർനെറ്റ് സേവനം നിർത്തലാക്കി കഴിഞ്ഞാൽ ഇലോൺ മസ്ക് വിചാരിക്കുകയാണ്, ഞങ്ങൾക്ക് നിർത്താൻ പറ്റില്ല, ഞങ്ങളുടെ സ്റ്റാർലിങ്ക് എന്തായാലും നിർത്തില്ല. അപ്പൊ ഇന്ത്യക്ക് ഈ സ്റ്റാർലിങ്കിന് മേൽ ഒരു നിയന്ത്രണവുമില്ല. ഇന്ത്യ ഗവൺമെന്റ് ഉടനെ തന്നെ സ്റ്റാർലിങ്കിന് റിക്വസ്റ്റ് കൊടുക്കണം. നിങ്ങൾ ഈ പറയുന്ന റീജിയണിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇന്റർനെറ്റ് നിർത്തണം, അവിടെ ഒരു കലാപം നടക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ അവരുടെ റെസ്പോൺസിന് സമയം എടുക്കുമല്ലോ. മനസ്സിലായില്ലേ? ഇപ്പൊ അവരിപ്പോ ഇത് നിർത്താൻ തയ്യാറായി എന്ന് തന്നെ വെക്കുക. കലാപം തുടങ്ങിയത് 9 മണിക്ക്. ഇന്ത്യയിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സിനോടെല്ലാം പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടുത്തെ ഇന്റർനെറ്റ് നിർത്തണം. വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റിൽ അവർ അവിടുത്തെ ഇന്റർനെറ്റ് സേവനം നിർത്തി. അപ്പോൾ അടുത്തത് സ്റ്റാർലിങ്ക് ആണ്. സ്റ്റാർലിങ്കിന് ഇന്ത്യ റിക്വസ്റ്റ് കൊടുത്തു, 9:30 മണിക്കകത്ത് റിക്വസ്റ്റ് കൊടുത്തു. ഇവരുടെ മറുപടി വരാനായിട്ട് 2 മണിക്കൂർ താമസിച്ചാൽ പോലും ഒരു കലാപം പോലെയുള്ള കാര്യങ്ങളിൽ അത് വളരെ ഗൗരവമാണ്. ഇവരുടെ മറുപടി ഇനിയിപ്പോൾ ഉടനെ നിർത്തി എന്നാണെന്നുണ്ടെങ്കിൽ അതിന് 2 മണിക്കൂർ എടുത്താൽ പോലും പ്രശ്നമാണ്. ഇനി അവർ നിർത്തിയില്ലെങ്കിലോ? ഇന്ത്യ US റിലേഷൻ നല്ല രീതിയിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും? അവർ ചിലപ്പോൾ നിർത്താം. ഇന്ത്യ US റിലേഷൻ ആ തരത്തിൽ അല്ലെങ്കിലോ, ബന്ധത്തിൽ വിള്ളലുകളുള്ള സമയമാണെങ്കിലോ, ഇപ്പൊ നമ്മൾ ഇറാനിൽ കണ്ടതുപോലെ, മ്യാൻമാറിൽ കാണുന്നത് പോലെ സൗജന്യമായിട്ട് കലാപകാരികൾക്ക് ഇന്റർനെറ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. അതിലൂടെ കലാപം ആളിക്കത്താനേ അത് കാരണമാവുകയുള്ളൂ. അപ്പൊ ഇന്ത്യ ഗവൺമെന്റിന് നിലവിൽ എന്ത് കണ്ടന്റ് ഇവിടെയുള്ള ആളുകൾ കാണണം, അല്ലെങ്കിൽ ഇന്റർനെറ്റ് എവിടെയൊക്കെ ഉപയോഗിക്കണം, എവിടെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നതിന് നിയന്ത്രണമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മിലിറ്ററി ബേസുകളുള്ള സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് ചില നിബന്ധനകളും നിയന്ത്രണങ്ങളും ഉണ്ടാകും. പല ജാമേഴ്സും യൂസ് ചെയ്തിട്ട് അവിടെ ഉപയോഗിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവും. ഇതിനെ പോലും ഭാവിയിൽ ചിലപ്പോൾ ഇതുപോലുള്ള സ്റ്റാർലിങ്ക് സംവിധാനങ്ങൾ മറികടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യ US റിലേഷൻ നല്ല രീതിയിൽ നിൽക്കുന്ന കാലത്ത് നമുക്കിതൊരു വലിയ ത്രെട്ട് ആകണമെന്നില്ല. പക്ഷേ ഇപ്പോഴും അത് നല്ല രീതിയിലാണോ എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യമാണ്. കാരണം മണിപ്പൂർ കലാപത്തിന്റെ പുറകിലും ബംഗ്ലാദേശിലും ഒക്കെ ഇവരുടെ ഇൻവോൾവ്മെന്റ് വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒന്ന് തന്നെയാണ്. എത്രയൊക്കെ സൗഹൃദം ഉണ്ടെന്ന് പറഞ്ഞാലും US-ന്റെ ഇത്തരം ഇടപെടലുകൾ നമ്മൾ നിരന്തരം കാണുന്നത് കൊണ്ട് നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാനേ പറ്റില്ല. സോ അവരെ എങ്ങനെ വിശ്വസിച്ച് നമ്മൾ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ കൊടുക്കും? ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഇതേക്കുറിച്ച് നല്ല രീതിയിൽ ബോധമുള്ളവരാണ്. അതുകൊണ്ടാണ് ഇതുവരെയും സ്റ്റാർലിങ്കിന് അനുമതി കൊടുക്കാത്തത്. എന്നാൽ ബൈഡന് മാറി ഇനിയിപ്പോ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ മസ്ക് ഉറപ്പായിട്ടും പ്രഷർ ചെയ്യും ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് കൊണ്ടുവരാൻ വേണ്ടി. മസ്ക് ആഗ്രഹിക്കുന്നത് ലോകത്തെ എല്ലാ മേഖലയിലും അയാളുടെ കമ്പനിയുടെ നിയന്ത്രണം വരണമെന്നാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വേറൊരു ലെവലാണ് ഈ മസ്ക് ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ ഒരു കാര്യം. ഒരു കമ്പനി ഭരണം ലോകത്ത് കൊണ്ടുവരാനായിട്ടുള്ള മസ്കിന്റെ നീക്കമാണ്. ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഈ മസ്ക് പോലും ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണെന്നാണ്. കാരണം ഇപ്പോ നമുക്ക് ഈ സ്റ്റാർലിങ്കിന്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മണിപ്പൂരിൽ നിന്ന്.
മ്യാൻമാറിൽ ഇന്റർനെറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീപ് സ്റ്റേറ്റിന്റെ വേറൊരു വശം തന്നെയായിരിക്കും ഈ മസ്ക് എന്ന് പറയുന്നത്. കാരണം അയാൾ നൈസിനെ ട്രംപിന്റെ കൂടെ നിന്ന് അധികാരത്തിൽ വന്നിട്ട് അയാളുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നു എന്ന് മാത്രം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, ട്രംപ് എന്ന് പറയുന്ന ആള് കട്ടയ്ക്ക് മസ്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ട്രംപ് വന്നപ്പോഴാണ് മസ്കിന്റെ ആസ്തി 7 8 10 ബില്യൺ US$ ആയിരുന്നു ട്രംപ് വരുന്ന സമയത്ത്. ഏതാനും വർഷങ്ങൾ കൊണ്ട് 100 കോടി 150 കോടിയൊക്കെ ആവുന്നത് ഈ ട്രംപ് വന്നതിന് ശേഷമാണ്. അപ്പൊ അത്രയും സപ്പോർട്ട് ട്രംപ് മസ്കിന് കൊടുക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു കേസ് എന്താന്ന് വെച്ചാൽ, ഇപ്പോ നമ്മൾ സ്പേസ് എക്സ് എന്ന് പറയുന്നത് സ്പേസിലുള്ള ഇയാളുടെ കമ്പനിയുടെ ഒരു ഡോമിനേറ്റിംഗ് ആണ് കാണിക്കുന്നത്. രണ്ടാമത് ടെക്നോളജി രംഗത്ത് ഉള്ള ഇയാളുടെ ഒരു ഡോമിനേറ്റിംഗ്, AI റോബോട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് പൊതുവെ ChatGPT അടക്കം കൊണ്ടുവന്നത് ഇയാൾ കൂടി ചേർന്നിട്ടാണ്, ഈ മസ്ക് കൂടി ചേർന്നിട്ടാണ്. ന്യൂറാലിങ്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ്, നമ്മുടെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കുന്ന പരിപാടി, അതുപോലെ തന്നെ ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്ന സംവിധാനം. ഇപ്പൊ ഇതാ സ്പേസിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ട് നമ്മുടെ വേഗത്തെ മറികടക്കാമെന്നുള്ള പുതിയ ആശയം. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് നമ്മൾ വിമാനത്തിൽ അമേരിക്കയിൽ പോകുന്നത് പോലെ ഒരു സ്പേസ് ഷിപ്പിൽ അമേരിക്കയിൽ പോവുകയാണെങ്കിൽ സാധാരണ വേണ്ടിവരുന്ന സമയത്തിന്റെ എത്രയോ മടങ്ങ് വേഗത കുറച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൽ ഈ യാത്ര സാധ്യമാകും, വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള പുതിയ ആശയങ്ങൾ ഇയാൾ കൊണ്ടുവരുന്നുണ്ട്. X.com എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്സ് കൂടി ചർച്ച ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ അയാൾ വാങ്ങി അയാളുടേതാക്കി കഴിഞ്ഞു. അതുപോലെ ടെസ്ല എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹന കമ്പനി അയാളുടേതാണ്. അയാൾ പുതിയ പുതിയ കമ്പനികൾ പുതിയതായിട്ട് വാങ്ങുന്നു, നിർമ്മിക്കുന്നു, പല മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒപ്പമാണ് ഈ സ്റ്റാർലിങ്ക്. അതിലൂടെ ഇന്റർനെറ്റ് ലോകം മുഴുവൻ ഇയാളുടെ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരൊക്കെ ഇന്റർനെറ്റ് ഉപയോഗിക്കണം, ആരൊക്കെ ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ എത്ര അളവ് വേഗത്തിൽ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇയാൾക്ക് തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇക്കാര്യത്തിൽ സ്വതന്ത്രമായിട്ട് സ്വന്തം നിലയിൽ സ്വന്തം കാലിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ ഈ ഒരു ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അമേരിക്കൻ കമ്പനികൾ എങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്നു, അതുപോലെ ഇന്റർനെറ്റിന്റെ കാര്യത്തിലും ഇന്ത്യയിലെ ആൾക്കാർ ആദ്യമൊക്കെ ഇവർ ചിലപ്പോൾ സൗജന്യമായിട്ട് വരെ കൊടുത്തളയും ഈ ഒരു മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി, നമ്മുടെ ജിയോ ചെയ്ത പോലെ. പക്ഷെ ജിയോ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണ്, ഇന്ത്യയിലാണ് അവരുടെ എല്ലാ ഫെസിലിറ്റീസും. എന്നാൽ ഇത് അങ്ങനെയല്ല, ഇത് അമേരിക്കൻ കമ്പനിയാണ്. അപ്പൊ ഈ സ്റ്റാർലിങ്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റിന്, നമുക്ക് 145 കോടി ജനങ്ങളുണ്ടെന്നേ, ഓരോ ദിവസവും എന്തുമാത്രം കുറ്റകൃത്യങ്ങൾ ഈ രാജ്യത്ത് നടക്കും. യൂറോപ്പിൽ പോലും 10-75 കോടി ജനങ്ങളെ ഉള്ളൂ, അതിന്റെ ഏതാണ്ട് ഇരട്ടിയോളം ജനത ഇന്ത്യയിലേക്കുണ്ട്. അപ്പൊ യൂറോപ്പിൽ നടക്കുന്നതിനേക്കാളും കുറ്റകൃത്യങ്ങൾ, യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ നടക്കുന്നതിനേക്കാൾ കുറ്റകൃത്യങ്ങൾ, കലാപങ്ങൾ ഇന്ത്യയിൽ നടക്കും. സ്വാഭാവികമാണത്. മനുഷ്യരുള്ളിടത്ത് നല്ലവരും കാണും, മോശം ആൾക്കാരും കാണും. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യ ഗവൺമെന്റിന് തീരുമാനമെടുക്കാൻ കഴിയണം. അതിനൊരു അമേരിക്കൻ കമ്പനിയുടെ ഔദാര്യത്തിന് കാത്തിക്കേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത്തരത്തിൽ സ്റ്റാർലിങ്ക് പോലൊരു കമ്പനിക്ക് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി കൊടുക്കുക എന്ന് പറയുന്നത് അത് നമ്മളൊരു വിഷപ്പാമ്പിനെ എടുത്ത് കഴുത്തിലിടുന്നതിന് തുല്യമാണ്. ചിലപ്പോൾ അത് കടിക്കില്ല, എന്നാൽ കൂടുതൽ സാധ്യത കടിക്കാനുമാണ്. കടിക്കില്ല എന്ന് പ്രതീക്ഷിക്കാനേ നമുക്ക് പറ്റൂ, പക്ഷെ അത് കടിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് നമുക്കറിയാം. കാരണം നമുക്കറിയാം ആ പാമ്പ് കടിച്ചാൽ നമ്മൾ മരിക്കും, അതിന് വിഷമുണ്ട്. അപ്പൊ അത് കഴുത്തിലിടുന്നത് ഡേഞ്ചറാണ്, നമുക്കറിയാം. ഇത് അറിഞ്ഞിട്ടും നമ്മൾ വേറെ വഴിയില്ലാതെ ഇതിനെടുത്ത് കഴുത്തിലിട്ടാൽ തീർച്ചയായിട്ടും എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പൊ അത്രയും കെയർഫുൾ ആയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇത് കടിക്കാതിരിക്കാൻ ഇതിന്റെ വിഷപ്പല്ല് പറിച്ചിട്ടെടുത്ത് കഴുത്തിലിടാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ഇനി ഇന്ത്യ ഗവൺമെന്റ് പരിശോധിക്കുമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ചെയ്താൽ പോലും അതിനകത്ത് ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ വിഷയത്തിലുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയൂ. ഇലോൺ മസ്ക് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ വലിയൊരു മനുഷ്യനായിട്ട് നമുക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം. ടെക്നോളജി മനുഷ്യനെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ, സിവിലൈസേഷനെ ശക്തിപ്പെടുത്താനൊക്കെ അയാൾ ശ്രമിക്കാം. പക്ഷെ അയാൾ സ്വയം ഒരു ഏകാധിപതിയാണ്, ഒരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജാവിനെ പോലെ ഭരിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ മേഖലയിലും അയാളുടെ ഒരു അധീനതയിൽ വരണം, എല്ലായിടത്തും തന്റെ സ്വാധീനം വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ വിചാരിച്ച ആൾ അമേരിക്കൻ പ്രസിഡന്റുമായിരിക്കുകയാണ്. ഇന്ത്യയുടെ മേൽ വലിയ പ്രഷർ വരാനുള്ള സാധ്യതയും ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ട്രംപ് തീർച്ചയായിട്ടും ഈ മസ്കിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇന്ത്യയോട് ആവശ്യപ്പെട്ടേക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബംഗ്ലാദേശ് ഇഷ്യൂ നമ്മുടെ മുമ്പിലുണ്ട്. ബംഗ്ലാദേശിൽ ഇപ്പോ നമ്മുടെ നിയന്ത്രണത്തിലല്ല അവർ സ്വാഭാവികമായിട്ടും യൂനിസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു പപ്പറ്റാണ്. സ്വാഭാവികമായും നാളെ സ്റ്റാർലിങ്ക് ബംഗ്ലാദേശിൽ വളരെ പെട്ടെന്ന് എത്തും. ബംഗ്ലാദേശിൽ സ്റ്റാർലിങ്ക് വന്നാൽ പോലും ഇന്ത്യക്ക് അത് സുരക്ഷാ ഭീഷണിയാണ്. പിന്നെ ആകെ ഉള്ള ഒരു ആശ്വാസം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇസ്രോ വേറെ ലെവലാണ് എന്നുള്ളതാണ്. നമുക്ക് ഇവരെയൊക്കെ പല രീതിയിൽ പ്രതിരോധിക്കാനും കഴിയും. നമ്മൾ എന്തായാലും ഇവരെ പൂർണ്ണമായി ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല. ഇവർ സ്റ്റാർലിങ്ക് കൊണ്ടുവന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് നമ്മുടെ ഇസ്രോ ഇതിനു മുമ്പേ തന്നെ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് സൗജന്യ ഇന്റർനെറ്റ് കൊടുത്തുകൊണ്ട് കലാപങ്ങൾ ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചാൽ അതിനെ ഏത് തരത്തിൽ നേരിടണമെന്ന് ഇന്ത്യക്ക് അറിയാം. മാത്രമല്ല ആന്റി സാറ്റലൈറ്റ് മിസൈലുകൾ പോലെയുള്ളവ ഇന്ത്യ വികസിപ്പിച്ചു വച്ചിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ US-ഉമായിട്ടുള്ള ബന്ധത്തെ വഷളാക്കാനേ കാരണമാകും നമ്മൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ. ഇവരിപ്പോ ബംഗ്ലാദേശിൽ കൊണ്ടുവന്നാൽ, ബംഗ്ലാദേശിൽ സ്റ്റാർലിങ്ക് വന്നാൽ ഇന്ത്യയുമായിട്ട് ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്.
അപ്പോൾ അങ്ങനത്തെ ഒരു പ്രദേശത്ത് വന്നാൽ നമ്മുടെ വെസ്റ്റ് ബംഗാൾ ആയിക്കോട്ടെ, ബീഹാർ ആയിക്കോട്ടെ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഇപ്പൊ ഇവര് ബംഗ്ലാദേശിന്റെ അതിർത്തി എന്ന് പറഞ്ഞാലും ഈ ഇന്റർനെറ്റ് അല്ലേ ഇതിന്റെ സിഗ്നൽസ് ഇന്ത്യക്കകത്തും കിട്ടുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ കിട്ടിയില്ല എന്ന് തന്നെ വെച്ചു. ഇന്ത്യയിൽ ഇത് നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിലും ബോർഡർ ഡിസ്ട്രിക്റ്റുകളിൽ, വില്ലേജുകളിൽ ഇത് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ബോർഡറിൽ നിന്നുകൊണ്ടാണ് ഏറ്റവും അധികം തീവ്രവാദികൾ പ്രവർത്തിക്കുന്നത്. അതിപ്പോ കശ്മീരിലായാലും ബോർഡറുകളിലാണ് ഇവരെപ്പോഴും സങ്കേതം ഉണ്ടാക്കിയിട്ട് താവളം അടിച്ചു നിന്ന് ഇന്ത്യക്കെതിരെ വർക്ക് ചെയ്യുന്നത്. അവർക്ക് ആവശ്യമുള്ള ഇന്റർനെറ്റ് അപ്പോഴും കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ അപകടം. സോ ഇന്ത്യ വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഈ ഇലോൺ മസ്ക്. അയാൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സമൂഹത്തിന് ഒരുപക്ഷെ ഭാവിയിൽ അപകടകാരിയായിട്ട് മാറാം. ചില സിനിമയിലെ വില്ലന്മാരെ പോലെ വരുമ്പോ തുടക്കത്തിൽ നായകൻ എന്നൊക്കെ തോന്നും, മനുഷ്യരാശിക്ക് ഗുണമുള്ള ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കും, കണ്ടെത്തലുകൾ കൊണ്ടുവരും, ഒക്കെ ശരിയാണ്. പക്ഷെ അവസാനം ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു വില്ലനായിട്ട് അയാൾ മാറുകയും മനുഷ്യരാശിക്ക് തന്നെ അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള നാശം സംഭവിക്കുകയും ചെയ്തേക്കാം. അത്തരമൊരു സാധ്യത നമ്മുടെ മുമ്പിലുമുണ്ട്. ഈ വിഷയത്തിലുള്ള പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ദയവായി കമന്റ് ചെയ്യൂ.